ഇന്ന് നമ്മുടെ VPSന്റെ എത്രാമത്തെ ദിവസം അറിയാവോ? ഇന്നലെ വന്നവരാരെല്ലാം ഉണ്ടോ രാവിലെ 8 മണിക്ക്? ആരും വന്നില്ലേ? അന്നെ വരാഞ്ഞേ? അയ്യോ, എന്താ വരാഞ്ഞേ? ഇന്നലെ ഞങ്ങൾ പാട്ടൊക്കെ പഠിച്ചു, ഞങ്ങൾ പാട്ട് പഠിച്ചു, ഞങ്ങൾ ഡാൻസ് കളിച്ചു, ഞങ്ങൾ ഗെയിംസ് ഒക്കെ കളിച്ചായിരുന്നു ഇന്നലെ. നിങ്ങൾ തന്നെ വരാഞ്ഞേ? നിങ്ങൾ തന്നെ വരാഞ്ഞേ? ഞങ്ങൾ ഗെയിംസ് ഒക്കെ കളിച്ചായിരുന്നു. നിങ്ങൾ ഇന്നലത്തെ ഡേ നിങ്ങൾ മിസ് ചെയ്തു. അയ്യോ. അപ്പം ഇന്നത്തെ നമ്മുടെ ദിവസം നമ്മുടെ VPSന്റെ 3ാമത്തെ ദിവസമാണ്. നമ്മളിന്ന് പഠിക്കുന്ന ചിന്താവിഷയം അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്നത് പ്രലോഭനങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഇല്ലേ? അപ്പൊ പിന്നെ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ പ്രലോഭനം? കൂട്ടുകാരുടെ ഒന്നും ഉണ്ടാവാറില്ല? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ, ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒന്നും പ്രലോഭനം ഉണ്ടാകാറില്ല? ഉണ്ടാവാറില്ലേ? ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് ഡിവോഷന്റെ സമയത്ത് പഠിക്കാം. കള്ളം പറയത്തില്ല. ഇല്ല, ശരി, അതെനിക്കറിയാം. ഓക്കെ, ഇപ്പൊ ഇന്നാരാ മുദ്രാവാക്യം വിളിക്കുന്നേ? റിജിലാണോ? റജിൽ. വാ, മുമ്പോട്ട് വാ. നല്ലൊരു ഗൈഡ് കൊടുത്തേ. നിന്നു. പാഠം വായിക്കുന്നേരാ? അലോണ. ഓക്കെ, വാ, മുമ്പോട്ട് വാ. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള. എന്നാൽ യോസേഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇശ്മായേല്യരുടെ കയ്യിൽ നിന്നും ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായ അകമ്പടി നായകനായ പോത്തിഫർ എന്ന ഒരു മിസ്രയീമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവനെ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസേഫിന്റെ നിമിത്തം മിസ്രയീമ്യന്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി. അവൻ തനിക്കുള്ളതൊക്കെയും യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണമൊഴികെ അവന്റെ കൈവശമുള്ള മറ്റു യാതൊന്നും അവൻ അറിഞ്ഞില്ല. യോസേഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനന്റെ ഭാര്യ യോസേഫിന്മേൽ കണ്ണുപതിച്ചു. എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൻ അതിന് സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട്, ഇതാ, വീട്ടിൽ എന്റെ കൈവശമുള്ള യാതൊന്നും എന്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ളതൊക്കെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവൾ ദിനം പ്രതിയും യോസേഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. ഒരു ദിവസം അവൻ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു. വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. അവൾ അവന്റെ വസ്ത്രം പിടിച്ചു എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. ചേച്ചിക്ക് നല്ലൊരു ഗൈഡ് കൊടുത്തേ. പോരെ, നല്ലൊരു ഗൈഡ് കൊടുത്തേ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് വായിച്ചു കേട്ട വേദഭാഗം പോലെ നമ്മളിന്ന് പഠിക്കുന്നത് യോസഫിനെ കുറിച്ചാണ്. യോസഫിന് അവന്റെ ജീവിതത്തിലുണ്ടായ പ്രലോഭനങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കേട്ടോ? അടുത്ത മുദ്രാവാക്യം വിളിക്കാൻ നമ്മുടെ ചേട്ടനെ ക്ഷണിക്കുന്നു. ഉറക്കെ വിളിക്കണം കേട്ടോ. ജയ് ജയ് VPS, ജയ് ജയ് VPS, യേശുക്രിസ്തൻ പൂന്തോപ്പിൽ റോസാപ്പൂക്കൾ പൈതങ്ങൾ ഒന്നിച്ചൊന്നായി വിടരുമ്പോൾ ആമോദത്താൽ ഞങ്ങൾ വിളിക്കും, ആഹ്ലാദത്താൽ ഞങ്ങൾ വിളിക്കും. യേശു നമ്മുടെ രാജാവ്. ജയ് ജയ് VPS, ജയ് ജയ് VPS. കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാൻ ഭൂവിലെത്തിയ ഈശോയെ നിന്നുപദേശം കേൾപ്പാനായി, നിന്നുപദേശം പകരാനായി വരുന്നു ഞങ്ങൾ VPSൽ. ജയ് ജയ് VPS, ജയ് ജയ് VPS. ദീപം ദീപം യേശു ദീപം,
ഞങ്ങളുടെ കയ്യിൽ യേശു ദീപം സ്നേഹം സ്നേഹം യേശു സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ യേശു സ്നേഹം യേശു സ്നേഹം വന്നാലേ മനുഷ്യരെല്ലാം നന്നാകൂ ജയ് ജയ് VBS ജയ് ജയ് VBS നല്ലൊരു ഗൈഡ് കൊടുത്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പം ഒരാൾ മുമ്പിൽ വന്ന് നമ്മളിപ്പം വാക്യം പറയുകയോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുകയോ ബൈബിൾ വാക്യം ചെയ്യുമ്പം നമ്മൾ തന്നെ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് ഡയറക്ടർ സാർ പറഞ്ഞിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തന്നെ അതിലൊരു സന്തോഷം വേണം. നമ്മുടെ കൂട്ടുകാർ ഇങ്ങനെ മുമ്പിൽ വന്ന് ചെയ്യുന്നു, നമ്മൾ മുമ്പിൽ വന്ന് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. നല്ലൊരു ഗൈഡ് കൊടുത്ത്. ഈ ഗൈഡ് പോരാ. യേശുവിന്റെ കൂടെ യേശുവിന്റെ ചായ യേശുവിന്റെ പൈതലായി ഉറച്ചു നിന്നിടും. യേശുവിന്റെ കൂടെ യേശുവിന്റെ ചായ യേശുവിന്റെ പൈതലായി ഉറച്ചു നിന്നിടും. ശത്രുവിന്റെ തന്ത്രം എതിർത്തു നിൽക്കുവാൻ ഉണ്ട് എന്റെ കൂടെ എന്നും എന്റെ രക്ഷകൻ. ശത്രുവിന്റെ തന്ത്രം എതിർത്തു നിൽക്കുവാൻ ഉണ്ട് എന്റെ കൂടെ എന്നും എന്റെ രക്ഷകൻ. ഞാൻ യേശുവിന്റെ കൂടെ യേശുവിന്റെ ചായ യേശുവിന്റെ പൈതലായി ഉറച്ചു നിന്നിടും. യേശുവിന്റെ കൂടെ യേശുവിന്റെ ചായ യേശുവിന്റെ പൈതലായി ഉറച്ചു നിന്നിടും. തപ്പി തപ്പി നടന്നൊരു രക്ഷയെടുത്തു വലഞ്ഞു വലഞ്ഞൊരു പാവം ചെന്നാതെ യേശു വരുന്നത് കേട്ടൊരു നേരം കയ്യോടികളിയാ ശിഷ്യന്മാരും ശാസിച്ചവനെ ആകെ സങ്കടമാ. തപ്പി 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 നടന്നൊരു രക്ഷയെടുത്തു വലഞ്ഞു വലഞ്ഞൊരു പാവം ചെന്നാതെ യേശു വരുന്നത് കേട്ടൊരു നേരം കയ്യോടികളിയാ ശിഷ്യന്മാരും ശാസിച്ചവനെ ആകെ സങ്കടമായി. തത്തോ തിത്തോ തക്കിട തലകിട തമ്മിയിരുന്നാലോ തത്തോ തിത്തോ തക്കിട തലകിട തമ്മിയിരുന്നാലോ തമ്മിയിരുന്നാലോ തമ്മിയിരുന്നാലോ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നു കാഴ്ച വെച്ചല്ലോ പുതുപ്പരുന്ന് ചാടിയെടുത്തേക്കാരും വന്നല്ലോ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നു കാഴ്ച വെച്ചല്ലോ. തത്തോ പിത്തോ തക്കിട തലികിട തമ്മിയിരുന്നാലോ തത്തോ പിത്തോ തക്കിട തലികിട തമ്മിയിരുന്നാലോ തമ്മിയിരുന്നാലോ തമ്മിയിരുന്നാലോ. ശിഷ്യന്മാരും ശാസിച്ചവനെ
ശിഷ്യന്മാരോ ശാസിച്ചവനെ ആകെ സങ്കടമായി രക്ഷയെടുത്തു വളർന്നൊരു പാപം ചെന്നായി യേശു വരുന്നത് കേട്ടത് നേരം വയ്യോടിനായി ശിഷ്യന്മാരോ ശാസിച്ചവനെ ആകെ സങ്കടമായി തത്വം നിത്വം ഭക്തിയുടെ തന്നെ നിൽക്കാനോ തത്വം നിത്വം ഭക്തിയുടെ തന്നെ നിൽക്കാനോ തന്നെ നിൽക്കാനോ തന്നെ നിൽക്കാനോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ബൈബിൾ ക്യാരക്ടർ ഏതായിരിക്കും ഊഹിക്കാമോ? പ്രലോഭനങ്ങളെ പറ്റി പറയുമ്പോൾ ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ജോസഫ്. ജോസഫ് അല്ല, യോസഫ്. യോസഫ് എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ എന്തിനാണ് ഈ ഭാഗം പഠിക്കുന്നത് അറിയാവോ? ഇത് രണ്ടുപേർക്കുള്ളതാണ്, ജൂനിയേഴ്സിനും സീനിയേഴ്സിനും ഉള്ളതാണ് ഇപ്പൊ പറയുന്നത്. അത് കഴിഞ്ഞാൽ ജൂനിയേഴ്സിന് വേണ്ടി മാത്രമുള്ളത് ബ്രാഞ്ചിൽ എടുക്കാം, അതിനുശേഷം സീരീസിലേക്ക് വരാം. അപ്പൊ നമ്മൾ എന്തിനാ ഈ പ്രലോഭനങ്ങൾക്കെതിരെ കുറച്ച് നിൽക്കുക എന്നൊരു സത്യം എടുത്താൽ അറിയാമോ? എന്തിനാ? എല്ലാവരോടുള്ള ചോദ്യമാണ്. എന്തിനാ അറിയാമോ? എന്തിനാണെന്നറിയാമോ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സംഭവിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില പാവങ്ങളെ കുറിച്ച് തിരിച്ചറിവുള്ളവരാകാനും വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ ലോകം നമുക്ക് അനേകം സമ്മർദ്ദങ്ങൾ തരും, പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ എല്ലാ ദിവസവും നമുക്ക് തന്നുകൊണ്ടിരിക്കും, പാപം ചെയ്യാനുള്ള പ്രലോഭനം. അപ്പൊ ഇതിനെതിരെയൊക്കെ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യം അല്ലെങ്കിൽ ബോധം നമുക്ക് തരാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ സത്യം പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വേദഭാഗം എന്ന് പറയുന്നത് ഏതാണെന്ന് പറയാം. അസംബ്ലിക്ക് രാവിലത്തെ ലൈനത്തിൽ നമ്മൾ വായിച്ചതാണ് വേദഭാഗം. ഏതാണെന്ന് പറയാമോ? ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 12 വരെ. അവിടെയാണ് 31-ാം അധ്യായം മുതലാണ് യോസഫിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹം എങ്ങനെയാണ് ദൂരദേശത്തേക്ക് പോയതെന്നും അല്ലെങ്കിൽ ദൂരദേശത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത് എങ്ങനെയാണെന്നും ഒക്കെ 31-ാം അധ്യായം മുതലാണ് നമുക്ക് ആ കഥ കാണുവാൻ സാധിക്കുന്നത്. അപ്പം ജോസഫ് എന്ന വ്യക്തി ഒരേ സമയം ദൈവത്തെ സ്നേഹിച്ചു, അനുസരിച്ചു, അതുപോലെ തന്നെ ഒരേ സമയം ദൈവത്തിൽ വിശ്വസ്തനായ വ്യക്തിയുമാണ്. ജോസഫ് ദൈവത്തെ സ്നേഹിച്ചു, ജോസഫ് ദൈവത്തെ അനുസരിച്ചു, ജോസഫ് ദൈവത്തെ വിശ്വസിച്ചു. ഒരു കാര്യമുണ്ട്, ജോസഫ് ദൈവത്തെ ഭയപ്പെട്ടു. എന്തിനാ ഭയപ്പെട്ടത്? എന്തിനാ ഭയപ്പെട്ടത്? ജോസഫ് ദൈവത്തെ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ജോസഫിന്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ പല പ്രലോഭനങ്ങൾ പലരിൽ നിന്നും വന്നപ്പോൾ അവൻ അതിനോട് നോ പറയാൻ സാധിച്ചത്. അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് സംഭവം? അപ്പോൾ ഈ ഒരു ദൂരദേശത്തായിരുന്നു, തുടർന്നുള്ള ജോസഫിന്റെ മുഴുവൻ ജീവിതവും ദൂരദേശത്തായിരുന്നു, ഇസ്രായേൽ ദേശത്തായിരുന്നു ജോസഫിന്റെ മൊത്തം ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ദൂരദേശത്തായിരുന്നിട്ടും ജോസഫ് ഒരിക്കലും തന്റെ ദൈവത്തിൽ അവിശ്വസത കാണിച്ചില്ല. ദൈവത്തെ ഭയപ്പെട്ട് വളരെയധികം അനുസരണയുള്ളവരായിട്ട് ജോസഫ് നിന്നു. നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല രീതിയിലുള്ള കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രലോഭനങ്ങളോട് നോ പറഞ്ഞപ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവനെ ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ അവനെ നിന്ന് കൊടുക്കാമായിരുന്നു,
പക്ഷെ അവൻ ദൈവത്തിലുള്ള വിശ്വാസം മൂലം, അനുസരണം മൂലം അതിനോട് നോ പറയും. നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ജോസഫിന് വലിയൊരു പ്രലോഭനം ഉണ്ടാവുകയാണ്. എന്താണെന്ന് നമുക്കറിയാം. പോത്തിഫറിന്റെ ഭാര്യയിൽ നിന്ന്, നമ്മൾ വായിച്ച വേദഭാഗമാണ്, പോത്തിഫറിന്റെ ഭാര്യയിൽ നിന്ന് ഒരു പ്രലോഭനം ജോസഫിന് 6 ഭാര്യയിൽ നിന്നുണ്ടായി. പോത്തിഫറിന്റെ ഭാര്യയിൽ നിന്ന് വലിയൊരു പ്രലോഭനം ജോസഫിന് ഉണ്ടാവുകയും, എന്നാൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ അവൻ മനസ്സില്ലാതെ ദൈവത്തെ അവൻ ഭയപ്പെട്ട് അതിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്ന കഥ നമ്മുടെ ഈ വേദഭാവം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവന് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. കാരണം സാഹചര്യങ്ങളെല്ലാം അവൻ അനുകൂലമായിരുന്നു കേട്ടോ. അവന് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാമായിരുന്നു. ആരും അറിയാതെ തെറ്റൊക്കെ ചെയ്ത് പ്രലോഭനത്തിൽ അകപ്പെട്ട് വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു. പക്ഷെ ജോസഫിനെ പറഞ്ഞ പോലെ ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തെ അനുസരിച്ചു, ദൈവത്തെ വിശ്വസ്തരായിരുന്നു. ഈ 3 കാര്യങ്ങൾ, 3 ക്വാളിറ്റീസ് ജോസഫിലുള്ളതുകൊണ്ട് അവൻ അതിനെതിരെ എതിർത്ത് നിൽക്കുന്ന കഥ നമുക്കൊക്കെ അറിയാം. അപ്പൊ നമ്മൾ എന്താണ് ഈ ജോസഫിൽ നിന്ന്, അല്ലെങ്കിൽ ജോസഫ് എന്ന കഥാപാത്രത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളായിരിക്കുന്ന എന്താ പഠിക്കുന്നത് അറിയാമോ? എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഉണ്ടോ? എന്തോ പ്രശ്നത്തിന്റെ ലാസ്റ്റ് ടൈം ഉണ്ടായ പ്രശ്നമുണ്ടോ? അവന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നം അവൻ ബൈബിൾ വായിക്കാൻ മറന്നുള്ളതാണ്. ഇന്ന് പോയി വായിച്ചാൽ മതി കേട്ടോ. ഇന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് മറന്ന ബൈബിൾ എടുത്ത് വായിക്കണം. ഓക്കെ? അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ജോസഫിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്, നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ ചില ശരിയായ തീരുമാനം എടുക്കുവാൻ നമുക്ക് സാധിക്കും. ശരിയായ എന്ത് എടുക്കട്ടെ? ശരിയായ തീരുമാനം എടുക്കുക. അപ്പൊ ഞാൻ ഈ മോനോട് പറഞ്ഞു, നീ ഉച്ച കഴിഞ്ഞ് പോയി ബൈബിൾ വായിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. പോലെ ബൈബിൾ വായിക്കാൻ ചിലപ്പോൾ മറന്നു പോയി കാണും. അപ്പോൾ ശരിയായ തീരുമാനങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഉച്ച കഴിഞ്ഞ് പോയി മറന്നുപോയ ബൈബിൾ എടുത്ത് വായിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ അതിനുവേണ്ടി എടുക്കുവാൻ നമുക്ക് ഇടയാകണം എന്നുള്ളതാണ് ഈ ഒരു സത്യം കൊണ്ട് നമ്മൾ ഇന്ന് മൊത്തം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾക്കും അല്ലെങ്കിൽ പാപങ്ങൾക്കുമെതിരെ നോ പറയാൻ സാധിക്കണം. ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നോ എന്ന് പറഞ്ഞാൽ അത് നോ തന്നെ ആയിരിക്കണം. ചിലപ്പോൾ നമുക്ക് ചെറിയ പ്രലോഭനങ്ങളായിരിക്കും വരുന്നത്, ചെറിയ ചിന്തകളായിരിക്കും മക്കളെ തന്നെ. മക്കളെ ശ്രദ്ധിച്ച് അപ്പൊ ഈ ചെറിയ പ്രലോഭനങ്ങൾക്കെതിരെയും പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾക്കെതിരെയും ഒരു നോ, നല്ലൊരു നോ പറയാൻ കുഞ്ഞുങ്ങളായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ആരും കാണാതിരിക്കുകയല്ല. തെറ്റ് ചെയ്യുമ്പോൾ ആരാ നമ്മളെ കാണുന്നത്? തെറ്റ് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ കാണുന്നത്. നമ്മൾ നമ്മുടെ ചുറ്റും ആരുമില്ല, എന്നെ ആരും കാണുന്നില്ല, ഞാൻ തെറ്റ് ചെയ്യാതെ ആരും കാണുന്നില്ല. അത് നമ്മുടെ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നവരല്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അത് ദൈവം കാണുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കുക. എന്ത് തെറ്റ് ചെയ്താലും ദൈവം കാണുന്നുണ്ട്. നമ്മുടെ ജോസഫ്, നമ്മൾ പഠിക്കുന്ന ജോസഫ് ചെയ്തതുപോലെ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ, അവനോടുള്ള അനുസരണയിൽ ഉറച്ചു നിൽക്കുവാൻ, വെല്ലുവിളി അല്ലെങ്കിൽ പ്രലോഭനങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കുവാൻ കുഞ്ഞുങ്ങളായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇനി സീനിയേഴ്സിലേക്ക് വരാം. ഇന്നത്തെ വേദഭാഗം അല്ലെങ്കിൽ മനപ്പാഠവാക്യം എന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന് 13-ാം വാക്യമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന് 13-ാം വാക്യം. ഇതെടുക്കാമോ? 1 കൊരിന്ത്യർ 10-ന്റെ 13. ഇത് നിങ്ങൾക്ക് കാണാമോ? സീനിയേഴ്സിന് കാണാമോ? ജൂനിയേഴ്സിന് വേറെ വാക്യമാണ്, അത് പഠിപ്പിക്കാം. സീനിയേഴ്സിന് കാണാമോ? ഒന്ന് വായിക്കാം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്തതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയുണ്ട്.
ഞാനത് പറഞ്ഞുതരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോകുവഴി ഉണ്ടാകും. നമ്മൾ പറയുന്ന ഒരുപാട് പരീക്ഷ അനുവദിച്ചാൽ പരിഹാരം എനിക്കാൻ കരുതിയിട്ടുണ്ട്. അതാണ് ഈ വാക്യം പറയുന്നത്. ഒന്നുകൂടെ പറയാം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോകുവഴി ഉണ്ടാകും. 1 കൊരിന്ത്യർ 10:13. നിങ്ങൾ പറയാം, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഒന്നുകൂടെ പറയാമോ? ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. എഴുതിയെടുത്തോ? അയ്യോ, ഇപ്പം മാത്രമേ പറഞ്ഞു. ആദ്യം റെഡി? ആദ്യം ആരോട് ചോദിക്കണം? എഫ്രൈമിനോട് ചോദിക്കണം. ഇവിടെ തന്നെ നമ്മൾ തുടങ്ങാം. ഓക്കെ ഓക്കെ. നമ്മളിപ്പം ബോൺഹോഫർ എന്ന് പറഞ്ഞൊരു പുരോഹിതനെ പറ്റി പഠിച്ചല്ലോ. അദ്ദേഹം ഏത് സഭയുടെ പുരോഹിതനായിരുന്നു? ടൈമുണ്ട് കേട്ടോ. ഇനിയിപ്പോ 30 സെക്കൻഡ് കൊടുത്തേ. ലൂതറൻ. ഓക്കെ. പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് മദ്യപാനമാണ്. -300. എത്രയും ഇപ്പൊ -300 ആണ് കേട്ടോ. -300. ഓക്കെ. അടുത്ത് മേടിക്കണ്ട. നിങ്ങൾക്ക് -500 ആയിരിക്കും ഇവിടെ കിട്ടാൻ. ഓക്കെ. ഗത്സമന ഗ്രൂപ്പിനോടുള്ള ചോദ്യം നിങ്ങൾ റെഡിയാണോ? ഓക്കെ ഓക്കെ. ഇത് ഒരു കോമൺ ചോദ്യമാണ്. നമ്മൾ ഇന്ന് പഠിച്ച ജോസഫിന്റെ പിതാവിന് വരുന്നത് ഒരു കോമൺ വളരെ സിമ്പിളായിട്ട് ചോദ്യമാണ്. ക്രോധമാണ് കിട്ടിയിരിക്കുന്നത്. -200. മക്കളെ -200. ഇത് സംഭവിച്ചില്ലേ? എനിക്ക് ജയിക്കണമെന്നില്ലേ? ഇതാണ് നിങ്ങൾ ശരിക്കും തോക്കാൻ കാരണം. നിങ്ങൾക്ക് പോയിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് സന്തോഷമില്ല. അതാണ് നിങ്ങൾ തോക്കുന്നതിന് ഒന്നാമത്തെ കാരണം. ഓക്കെ. ഇപ്പൊ -300, നിങ്ങൾക്ക് -200. അടുത്ത എഫ്രൈം ഗ്രൂപ്പിനോടുള്ള ചോദ്യം എന്താണ്? ഇതിൽ യോബ് വരാറുള്ളത് അല്ല, തുറന്നു നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. ബൈബിളിൽ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ബൈബിളിൽ ദൈവം എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പുസ്തകം ഏതാണ്? ദൈവം എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. നാണക്കേടാണ്. യോബിന്റെ ക്ലാസ്സിൽ ഞാൻ ചെന്ന് പഠിപ്പിച്ച കാര്യം ഇൻസ്ട്രക്ഷൻ കഷ്ടം തന്നെ. ആരെ പറഞ്ഞു?
ഇന്നലെ അവർ എസ്തറിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവരിപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു? ഓർമ്മയുണ്ടായിരുന്നു? ഓക്കെ. അപ്പം ഓക്കെ, സൗമ്യത പ്ലസ് 100. -300 ആയിരുന്നു, ഇപ്പൊ -200 ആയി. ഇവിടെ മൈനസ് അല്ല, പ്ലസ് ഓക്കെ. അടുത്ത ഗത്സമന ഗ്രൂപ്പിനോടുള്ള ആ ചോദ്യം മുമ്പേ മറ്റേ മൺമഴവാക്യം പറഞ്ഞു. ഇന്നലത്തെ മോള് പറയണ്ട, ബാക്കിയുള്ളവരോട് ചോദിക്കാം. ഇന്നലത്തെ ദിവസത്തെ അത് നോക്കരുത്, ഒന്ന് നോക്കാൻ വേണ്ടിയല്ലോ. ഇന്നലത്തെ ദിവസത്തെ മനപാഠവാക്യം, വേദഭാഗവും മനപാഠവാക്യം, വെല്ലുവിളികൾക്കെതിരെ കുറച്ചു നിൽക്കാനുള്ള കൊള്ളാകുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിച്ചു. ഇപ്പോൾ നടക്കുന്നത് വഴക്കാണ്. ഇതുവരെ മനസ്സ് കിട്ടില്ല, ഡ്രസ് കിട്ടില്ല. അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രശ്നമുണ്ടോ? ഓക്കെ. അടുത്ത എഫ്രൈം ഗ്രൂപ്പിനോടുള്ള ചോദ്യമാണ്. ഇത് ഒരു ജനറൽ ചോദ്യമാണ്. പഴയ നിയമത്തില് ഒരധ്യായം മാത്രമുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താ? ഏത് പുസ്തകത്തിലാണ് ഒരധ്യായം മാത്രമുള്ളത്? ഒരധ്യായം മാത്രമുള്ള പഴയ നിയമത്തിലെ പുസ്തകം വിശ്വസ്തത പ്ലസ് 200. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് 0 പോയിന്റ്സ് ആണ്. മൈനസ് അല്ലായിരുന്നു, -200 ആയിരുന്നു. ഇപ്പൊ +200 ആയപ്പോ 0 പോയിന്റ്സ്. ഓക്കെ. അടുത്ത ആദ്യം ഓൾറെഡി നിങ്ങൾക്ക് -4 ഉണ്ടായിരുന്നു, അതിനാണ് ഇപ്പോൾ നിങ്ങൾ കയറി വന്നത് കേട്ടോ. ഓക്കെ. അടുത്ത ഗത്സമന ഗ്രൂപ്പിനോടുള്ള ചോദ്യമില്ല. ഇപ്പൊ പഴയ നിയമത്തിന്റെ കാര്യം ചോദിച്ചു. പുതിയ നിയമത്തിൽ ഒരധ്യായം മാത്രമുള്ള എത്ര പുസ്തകങ്ങളുണ്ട്? അതിൽ അറ്റ്ലീസ്റ്റ് 2 പുസ്തകത്തിന്റെ പേര് പറയാം. പുതിയ നിയമത്തിൽ ഒരധ്യായം മാത്രമുള്ള എത്ര പുസ്തകങ്ങളുണ്ട്? എത്ര പുസ്തകങ്ങളുള്ള സംഖ്യ വന്നിട്ട് അതിൽ 2 നോക്കി പേരും പറയാം. ദീർഘക്ഷമ പ്ലസ് 100. 4 പുസ്തകങ്ങളാണ്. ഫിലേമോൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ. ഓക്കെ. അടുത്ത ചോദ്യം നമ്മുടെ എഫ്രൈമിനോടാണ്. അപ്പൊ വേദപുസ്തകത്തില് ഒരു പുസ്തകത്തിൽ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ഒരിടത്ത് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ, നമ്മുടെ രാജ്യത്തെ കുറിച്ച്. അത് ഏത് പുസ്തകത്തിലാണ്? പറഞ്ഞു കൊടുക്കരുത്. അസൂയ -100. പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഫസ്റ്റ് വാക്യത്തിൽ ഹിന്ദുദേശം എന്ന് പറയുന്നത് അത് ഇന്ത്യയെ കുറിച്ചാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. പിന്നെ 8-ാം അധ്യായം 9-ാം വാക്യത്തിലും ഇന്ത്യയെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം ഗത്സമനോടുള്ള ചോദ്യമാണ്. വളരെ സിമ്പിൾ ചോദ്യം.
നമ്മുടെ മെയിൻ തീം എന്റെ വാക്യം ഏതാണ്? ഇതൊക്കെ നോക്കുന്നില്ലേ? 3 ദിവസം കഴിഞ്ഞില്ലേ ഈ ദിവസം? ഫിലിപ്പിയർ 4:1 അതുകൊണ്ട് എന്റെ പ്രിയര് സഹോദരമായുള്ളവരെ അതുകൊണ്ട് എന്റെ പ്രിയര് മാതൃമായുള്ളവരെ അതുകൊണ്ട് എന്റെ പ്രിയര് മാതൃമായുള്ളവരെ എന്റെ സന്തോഷ കിരീടമായുള്ളവരെ ഇങ്ങനെ കർത്താവ് നിലനിൽപ്പിൻ പ്രിയരെ. ഭിന്നത -100. ഓക്കെ, ഇനി ഞാൻ ചോദ്യങ്ങൾ വേണം. 3 ചോദ്യങ്ങളായി. ഇപ്പൊ ടോട്ടൽ എത്ര ചോദിച്ചു? ഈ സമയമാണ് കുറച്ച് കാര്യങ്ങള് സ്നേഹബന്ധം, പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പിന്നെ ഫൈനലുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമ്മുടെ ഗെയിം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ പോയിന്റ്സ് എന്ന് പറയാമോ? ആർക്ക്? എഫ്രൈമിന് ഗ്രൂപ്പിന് -3. ആ യെസ് ആണ്. -400.